ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഈ വ്ളോഗ് എന്ന് പറയുന്നത് ഞാൻ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ കർക്കിടക വാവ് വരുവാണല്ലോ. സോ അച്ഛൻ ബലി ഇടുന്നുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ചെറുതായിട്ടൊരു ഫങ്ഷൻ എന്ന് പറയാൻ ഒന്നുമില്ല, ജസ്റ്റ് സദ്യയൊക്കെ വെച്ചിട്ട് അങ്ങനെ. അപ്പം എല്ലാ തവണയും ഞാനിവിടെ ഉണ്ടാവും കർക്കിടക വാവിന്. സോ ഞാൻ ഇത്തവണ ഒരു 2 days ലീവ് എടുത്തിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നു. മോർണിംഗ് തന്നെ ഞാൻ എത്തി. സോ അച്ഛൻ രാവിലെ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നു. രാവിലെ തന്നെ നല്ല മഴയായിരുന്നു ഇവിടെ. ഞാൻ വരുന്ന വഴിയിലും എല്ലാം നല്ല മഴയുണ്ടായിരുന്നു. തമിഴ്നാട് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലായിടത്തും നല്ല മഴയുണ്ടായിരുന്നു. സോ അച്ഛൻ കാറിലാണ് ഇത്തവണ എന്നെ പിക്ക് ചെയ്യാൻ വന്നത്. നോർമലി അച്ഛൻ സ്കൂട്ടറിലൊക്കെയാണ് വരാറ്, പക്ഷേ ഇന്ന് മഴയുണ്ട്, അച്ഛൻ കാറിലാണ് വന്നത്. ദെൻ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഇത്തവണത്തെ വ്ളോഗ്സിനൊക്കെ ഒരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട്. ഞാൻ ചില വ്ളോഗ്സിനൊക്കെ ഡയറക്റ്റായിട്ടാണ് വോയിസ് കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ റിവ്യൂസ് എന്തായാലും ഈ ഒരു വ്ളോഗിൽ അറിയിക്കണം. ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയോ എന്ന്. സോ ഞാൻ ഈറോഡിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് എത്തിയിട്ടുണ്ട് വീട്ടിൽ. അപ്പം ദാ അമ്മയൊക്കെ റെഡി ആയിട്ട് നിൽക്കണു ഞാൻ വന്നത് കാണാൻ വേണ്ടിയിട്ട്. എന്തെങ്ങനെ നിൽക്കണ അച്ഛൻ എന്താ ഗേറ്റൊക്കെ അടയ്ക്കുന്നു കാറ് പാർക്ക് ചെയ്തിട്ട്. അറ്റ് ലാസ്റ്റ് വീട്ടിലേക്ക് എത്തിയിരിക്കണു ഞാൻ. അത് ഭയങ്കര ടയേർഡായിട്ടുണ്ട്. ഫേസൊക്കെ കണ്ടാലേ അറിയാം. പോയിട്ട് കുളിച്ചിട്ട് ചായയൊക്കെ കുടിച്ചാലേ ശരിയാവും. ട്രെയിനിൽ AC സെക്കൻഡ് AC വന്നത്. അപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു. എനിക്ക് ശരിക്കും ഉറങ്ങാനൊന്നും പറ്റിയില്ല. ഇനിയിപ്പോൾ നേരെ കുളിച്ചിട്ട് ചായയൊക്കെ കുടിച്ചാലേ സൗണ്ടൊക്കെ ക്ലിയർ ആവുള്ളൂ. അപ്പം ഇനിയിപ്പോൾ ഫ്രഷ് ആയിട്ട് കാണാം. ഹലോ, അപ്പോൾ കുളിച്ചത് ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി താഴെ പോയിട്ട് ചായയൊക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണം. നന്നായിട്ട് വിശക്കണുണ്ട്. സോ നമുക്ക് താഴേക്ക് പോകാം. എന്താ രാമായണ മാസമുണ്ട് ഇവിടെ. രാമായണമൊക്കെ വായിക്കണുണ്ട്. അമ്മയും അച്ഛനും രാമായണം വായിക്കണുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടെല്ലാം റെഡിയാക്കി വെച്ചേക്കാണ്. എൻ്റെ പൂജാമുറിയൊക്കെ എല്ലാവരും എപ്പോഴും കാണുന്നതാണ് വ്ളോഗ്സിലൊക്കെ. അങ്ങനെ ഞാനും പൂജാമുറിയിൽ വന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചു. ഇനിയിപ്പോൾ അമ്മയടുത്ത് ചായയൊക്കെ ചോദിക്കാം. ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് പോയി നോക്കാം. എന്ത് ചെയ്യണം ഇവിടെ? ഗോപിക്ക് ചായ കൊടുക്കാൻ വേണ്ടി ചൂടാക്കി. ബ്രേക്ക്ഫാസ്റ്റിന് എന്താ? ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ചപ്പാത്തി, പൊട്ടറ്റോ കറി, സാലഡ്. രാവിലെ ചപ്പാത്തി ആക്കിയത് അച്ഛന് ഗോതമ്പ് നാളെ മാവായിട്ട് ഒരിക്കലും ഗോതമ്പാണ്, അതാണ് ചപ്പാത്തി ആക്കിയത്. അയ്യോ, എന്ത് റിലീഫ് അല്ലേ. നമുക്ക് പിന്നീട് ചായ ട്രെയിനിൽ നിന്നൊക്കെ വന്നിട്ട് ചായ കുടിക്കുമ്പോൾ എന്തോ റിലീഫാണെന്നറിയോ. അച്ഛൻ നാമം ജപിക്കാൻ പോവാണ്. നാമൊക്കെ ജപിച്ചിട്ടാണ് പിന്നീട് അച്ഛൻ രാമായണം വായിക്കുന്നത്. അപ്പം നമുക്ക് ഡിസ്റ്റർബ് ചെയ്യണ്ട, അല്ലാണ്ട് വീഡിയോ എടുക്കാം. പൊന്നിളക്ക് പൊടിയിട്ട് തൂത്തും എനിക്ക് നന്നായി കർപ്പൂരമായി തിരിയിട്ടതിൽ നിർത്തി ചെമ്മേ സുഖത്തൊടിച്ച മറ്റൊരു രാജബന്ധനിൽ തന്നിൽ കൊളുത്തിയ വിളക്കിന് ഞാൻ ഇത കൈതൊഴുന്നേൻ. അപ്പം ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ചപ്പാത്തി, പൊട്ടറ്റോ കറി, സാലഡ്. ഇതാണ് അമ്മ മുമ്പ് പറഞ്ഞില്ലേ നിങ്ങളോട്, ഇതാണ് രാവിലെ ഉണ്ടാക്കുന്നത്. അമ്മ ഇന്ന് എത്ര മണിക്ക് എണീറ്റു? ഇന്ന് 5 മണിക്ക് എണീറ്റു. എന്നിട്ട് എല്ലാം കുളിച്ചിട്ടാണ് വെച്ചത്. കാരണം നാളെ അച്ഛൻ ഒരിക്കലായോണ്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയത് ഗൈസ്. അല്ലെങ്കിൽ ഞാൻ വരുമ്പോൾ നോർമലി ചപ്പാത്തിയാണ് വെക്കാറ്. ഗോതമ്പല്ലേ 2 നേരം പറ്റും. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞിട്ടാണ് എല്ലാം പ്രിപ്പയർ ചെയ്തത്. അതെ, അപ്പൊ കഴിച്ചിട്ട് വരാം ഗൈസ്. കുറേ നാളിന് ശേഷം നമ്മുടെ ഫുഡൊക്കെ കഴിക്കണേ. ഞാനവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഇല്ലെങ്കിൽ ഇല്ല. ഒറ്റയ്ക്കായിട്ട് പിന്നെ മടിയാണ് കുക്ക് ചെയ്യാനൊക്കെ. അപ്പം നല്ല ടേസ്റ്റ്. നോർമലി ഇവിടെ ഉള്ളപ്പം ഇത്ര ടേസ്റ്റ് അറിയാറില്ല, പക്ഷെ ഇങ്ങനെ കുറേ നാളിന് ശേഷം കഴിക്കുമ്പം എന്തോ ഒരു ക്രേവിങ്സ്. ഹലോ, ഇപ്പം ഞങ്ങൾ റെഡി ആയിട്ട് നിൽക്കുന്നത് വെളിയിലേക്ക് പോകാനാണ്. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്, കാരണം നാളെ വാവാണല്ലോ. അപ്പോൾ സോ ഇന്ന് നമുക്ക് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്
ഞങ്ങൾ 3 പേരും കൂടെ വെളിയിലേക്ക് പോവാണ്. അവിടേക്കല്ല, വേറെ 2-3 ഷോപ്സിലൊക്കെ കയറണം എന്ന് പ്ലാനുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാൻ പോസിബിൾ ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കൽ നാളെയാണെന്ന്. ആക്ച്വലി അത് അമ്മയ്ക്ക് വന്നൊരു മിസ്റ്റേക്കാണ്. ഒരിക്കൽ ഇന്നാണ് അച്ഛൻ ഒരിക്കൽ, നാളെയാണ് ലൊബേലി ഇടേണ്ടത്. സോ അതിൻ്റെ പ്രീവിയസ് ഡേ ആയിരിക്കുമല്ലോ ഒരിക്കൽ. സോ ഇന്നാണ് അച്ഛൻ ഒരിക്കൽ. അപ്പോൾ അമ്മയ്ക്ക് അതൊരു മിസ്റ്റേക്ക്. അപ്പോൾ എൻ്റെ അടുത്ത് പറയായിരുന്നു അത് എനിക്കിങ്ങനെ മിസ്റ്റേക്ക് പറ്റി, അപ്പം തിരുത്തി പറയണം എന്നൊക്കെ വേണ്ടിയിട്ട്. സോ ഇനിയിപ്പോൾ നമുക്ക് വെളിയിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അമ്മ എവിടെ പോണു? നമ്മൾ നാളെ വാവിൻ്റെ സദ്യ അത് ഞാൻ പറഞ്ഞു ഉള്ള പച്ചക്കറിയൊക്കെ മേടിക്കാൻ പോകുന്നു. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് അതിനി നമുക്ക് വരുന്ന വ്ളോഗ്സിൽ കാണാം അല്ലേ? ശരി. അമ്മയുടെ ക്ലാസ്സിൽ കുറച്ച് സ്റ്റുഡൻസ് എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ അവർക്കൊക്കെ ഞാനൊരു അന്വേഷണം പറയണമെന്ന് പറഞ്ഞു. ഹായ് പറയണം. അതെ, ഒരു ഹായ് പറയണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഹായ്. ഇനി എൻ്റെ വ്ളോഗ്സ് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ നല്ല നല്ല കമൻസ് അമ്മ അറിയിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. ഒത്തിരി 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 സന്തോഷം. അപ്പോൾ ഇനി നിങ്ങൾ തുടർന്ന് കാണണം കേട്ടോ. ടീച്ചറിൻ്റെ വ്ളോഗിന് എല്ലാവരും നിങ്ങൾ ലൈക്ക് കൊടുക്കണം കേട്ടോ, എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം. അതെ അതെ, അമ്മയുടെ സ്ട്രെങ്ത് എന്താണെന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കണം. അതെ, അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ അന്വേഷണം. അപ്പോൾ എക്സാംസ് ഒക്കെ വരികയാണെന്ന് അമ്മ പറയുന്നുണ്ടായിരുന്നു ഓണത്തിന്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ലൊരു പൊസിഷനിലൊക്കെ എത്തുക. അതൊക്കെയാണ് ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക് അമ്മയ്ക്കൊരു പ്രൗഡ് മൊമെൻറ്റ്. അപ്പോൾ ഒരുപാട് കുട്ടികളുണ്ട് അങ്ങനെ എന്നോട് പറയാറൊക്കെ ഉണ്ട്, ഒരുപാട് നല്ല പൊസിഷൻസിൽ എത്തിയതെല്ലാം. അപ്പോൾ അത് നിങ്ങളും അങ്ങനെ തന്നെ ആവുക. അപ്പം എല്ലാവർക്കും എൻ്റെ ബിഗ് ഹൈ. അമ്മ ദാ അങ്ങനെ പച്ചക്കറിയെല്ലാം എടുത്തോണ്ടിരിക്കുകയാണ് നാളത്തേക്ക്. സദ്യ ഉണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ, അതിന് വേണ്ടിയിട്ട് എല്ലാം എടുത്തോണ്ടിരിക്കുകയാണ്. നല്ല ഫ്രഷ് പച്ചക്കറി നമുക്ക് കിട്ടും വെള്ളായണിയിൽ തന്നെ. സോ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് വന്നത്. അങ്ങനെ പച്ചക്കറിയെല്ലാം എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഫ്രണ്ടിൽ റംബൂട്ടാൻ ഇരിക്കുന്നത് എനിക്ക് റംബൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല പഴുത്ത റംബൂട്ടാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. സോ ഞങ്ങൾ അതൊക്കെ എടുത്തു. ദെൻ അച്ഛൻ നേരെ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഞങ്ങളപ്പോൾ സ്ഥിരമായിട്ട് വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കുന്ന ഒരു കടയാണിത്. അപ്പം ഈ ഒരു ഔട്ട്ലെറ്റാണ്. അപ്പം നല്ല ഫ്രഷ് പച്ചക്കറി കിട്ടും. ട്രിവാൻഡ്രത്തുള്ളവർക്കൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല വെള്ളായണിയിലെ പച്ചക്കറിയുടെ കാര്യമൊന്നും. സോ നമുക്ക് നല്ല പച്ചക്കറിയൊക്കെ നമുക്ക് ഈ ഒരു ഇവിടെ വെജിറ്റബിൾ ഷോപ്പിൽ വന്നാൽ കിട്ടും. ദെൻ അച്ഛൻ പച്ചക്കറിയെല്ലാം വണ്ടിയിൽ വെക്കുകയാണ്. സംഘമൈത്രി എന്നുള്ള ഈ ഒരു കടയിൽ നിന്നാണ് ഞങ്ങൾ എപ്പോഴും പച്ചക്കറിയൊക്കെ വാങ്ങിക്കാറ്. വോയിസ് അത്ര ക്ലിയർ അല്ല, ബിക്കോസ് റോഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഇനി ഞങ്ങൾ അടുത്തായിട്ട് പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. സ്ഥിരം പോകുന്ന പോലെ തന്നെ വൈറ്റ് ഡാമറിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ പച്ചക്കറി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് എവിടേക്കാണ് പോകുന്നതെന്ന് പിന്നീട് ഡിസൈഡ് ചെയ്യാം. ഞങ്ങൾ അങ്ങനെ വൈറ്റ് ഡാമർ റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അടുത്താണ്. ഹലോ, അപ്പോൾ ഞങ്ങളിതാ വൈറ്റ് ഡാമറിൽ എത്തിയിട്ടുണ്ട്. ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം അടുത്ത എങ്ങോട്ട് പോകണമെന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് എത്തിയിട്ട് ബാക്കി വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇതാ അമ്മയ്ക്കുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ പോയത് സ്റ്റൈൽ പ്ലസിലേക്കാണ്, കവടിയാറുള്ള. എനിക്ക് കുറേ ദിവസമായിട്ട് ഈ സ്റ്റൈൽ പ്ലസിൽ പോകണം എന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയായിട്ട് എനിക്ക് പോകാനൊരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പണ്ടെപ്പോഴോ ഞാൻ ഒരു തവണ ഇവിടെ വന്ന ഒരു ഓർമ്മയുണ്ട്, കുഞ്ഞിലെ. അതിനുശേഷം ഞാൻ ഇവിടെ വന്നിട്ടേ ഇല്ല. ദെൻ ഞങ്ങൾ അവിടെ പോയിട്ട് കോസ്മെറ്റിക് സെക്ഷനിലാണ് ആദ്യം പോയത്. എനിക്ക് പ്രൈമറും മസ്കാരയും അങ്ങനത്തെ 2-3 കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു, അമ്മയ്ക്കും വാങ്ങിക്കാനുണ്ടായിരുന്നു. സോ ഞങ്ങൾ അവിടേക്ക് പോയിട്ട് അതൊക്കെ ട്രൈ ചെയ്യായിരുന്നു. വേറെ അങ്ങനെ വലുതായിട്ട് ഒന്നും ഞങ്ങൾ പർച്ചേസ് ചെയ്തില്ല. എനിക്കൊരു നോസ് പിന്നും കൂടെ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനി എൻ്റെ അപ്കമിങ് വ്ളോഗ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും.
ഇവിടെ വന്നാൽ നമുക്ക് നിറയെ പർച്ചേസിങ് ഒക്കെ ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം എടുത്തു. വേറെ കമ്മലും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടൊന്നും ഞാൻ ആ ഒരു സെക്ഷനിലേക്ക് പോയില്ല. ജസ്റ്റ് കോസ്മെറ്റിക്സ് ഏരിയയിൽ മാത്രമേ നിന്നുള്ളൂ. ദെൻ ഞങ്ങൾ നേരെ ഒട്ടും താമസിക്കാണ്ട് തന്നെ വീട്ടിലേക്കാണ് പോയത്. ആക്ച്വലി ഔട്ടിങ്ങിനായിട്ടല്ല സ്റ്റൈൽ പ്ലസിലേക്ക് വന്നത്. ഇങ്ങനെ അത്യാവശ്യം എനിക്ക് ഇവിടെ നിന്ന് വാങ്ങിയിട്ട് പോകേണ്ട 2-3 കാര്യങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ സ്റ്റൈൽ പ്ലസിലേക്ക് വന്നത്. ദെൻ താഴോട്ട് ഇറങ്ങിയപ്പം ബാസ്കിൻ റോബിൻസിൻ്റെ ഒരു ഷോപ്പ് കണ്ടു. സോ അവിടെ കയറി ഐസ്ക്രീംസ് ഒക്കെ കഴിച്ചു. അതിനുശേഷം എപ്പോഴും വരുന്നത് പോലെ തന്നെ വെട്ടുകാട് പള്ളിയിലേക്കാണ് വന്നത്. അവിടെ ചെന്നു, പ്രാർത്ഥിച്ചു, മെഴുകുതിരിയൊക്കെ കത്തിച്ചു. അതിനുശേഷം ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെയുള്ളൊരു കടയിൽ കയറി. എൻ്റെ വ്ളോഗ്സ് കാണുന്നവർക്കറിയാം ഞാൻ ഈ ചർച്ചിൽ എന്തായാലും വന്നിട്ടേ പോകാറുള്ളൂ എന്ന്. അങ്ങനെ പോകുന്ന വഴിയിലാണ് ഇങ്ങനെ ഒരു കോട്ട് ഞാൻ കണ്ടത്. അപ്പോൾ ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയുകൊണ്ട് ഞാൻ ജസ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തു എന്നേ ഉള്ളൂ. ദെൻ ഞങ്ങൾ നേരെ അവിടുത്തെ ബീച്ചിലേക്കാണ് പോയത്, വെട്ടുകാട് ബീച്ച്. അവിടെ ചെന്നിട്ടും ഞാൻ ഡയറക്റ്റായിട്ട് വോയിസ് കൊടുക്കുന്നുണ്ട്. അത് അത്രമാത്രം ക്ലിയർ അല്ല എന്ന് തോന്നുന്നു. എന്തായാലും ഈ വ്ളോഗിന് ശേഷം നിങ്ങളുടെ കമൻസ് പറയണം, എന്നാലേ എനിക്കത് അറിയാൻ പറ്റുള്ളൂ. ഞങ്ങളിപ്പോൾ വെട്ടുകാട് ചർച്ചിൽ മെഴുകുതിരി കത്തിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ അതിൻ്റെ വെട്ടുകാട് ബീച്ചുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് കൂടെ ഞങ്ങൾ വന്നു. ചർച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ ബീച്ച്. നോർമലി ഞങ്ങൾ വരുമ്പോൾ നൈറ്റ് ടൈമാണ്, അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാനും ഒന്നും പറ്റാറില്ല. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് വന്നിട്ട് നമ്മളൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണ് ഗൈസ്. ഇനിയിപ്പം എങ്ങോട്ടെന്ന് നോക്കാം നെക്സ്റ്റ് പോകുന്നത്. ദാ വെട്ടുകാട് ചർച്ച്. അവിടെ നിന്ന് നേരെ ഞങ്ങൾ പോയത് വെസ്റ്റ് ഫോർട്ടിലേക്കാണ്. ബാലാജി എന്നൊരു കടയുണ്ട്, അവിടെ നല്ല ഹൽവ കിട്ടും. സോ അങ്ങോട്ടേക്കാണ് ഞങ്ങൾ നേരെ പോയത്. എപ്പോഴും അവിടെ ആളാണ്, നമുക്ക് ആളൊഴിഞ്ഞ് അവിടെ കിട്ടില്ല. അവിടെ ഹലുവ തീരുമ്പം അവർ കട ക്ലോസ് ചെയ്തിട്ട് പോവും. അപ്പം നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഷോപ്പാണിത്. ഞങ്ങൾ അങ്ങനെ വെട്ടുകാട് പള്ളിയിലും എല്ലാം പോയി. പിന്നെ വെസ്റ്റ് ഫോർട്ടിൽ വന്ന് ബാലാജിന്ന് അലുവയൊക്കെ വാങ്ങിച്ചു. നല്ല ചൂട് അലുവ, നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ അലുവ. ഭയങ്കര ഫേമസ് ആണ് ഇവിടുത്തെ അലുവ. ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. നാളത്തേക്ക് കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ട്. സോ ഇനി വീടെത്തിയിട്ട് നമ്മൾ ബാലാജിന്ന് വാങ്ങിച്ച അലുവയാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ്, സീരിയസ്ലി നല്ല ടേസ്റ്റ്. ഞാൻ ഇതിനു മുമ്പൊക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. നല്ല ചൂട് ഹൽവ. ഇതെന്താ അമ്മ, കേസരിയോ? കേസരി. ഇത് നല്ല ചൂട്. പൈനാപ്പിളാണോ? പൈനാപ്പിളിൻ്റെ ടേസ്റ്റ്, നല്ല ടേസ്റ്റ്. ഒരുപാട് നെയ്യോ അങ്ങനത്തെ ഒന്നുമില്ല, നല്ല ചൂട് കേസരി. എല്ലാവരും പോയി ട്രൈ ചെയ്യണേ, ഇത് മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു സംഭവമാണിത്. അങ്ങനെ നെക്സ്റ്റ് ആയിട്ട് ഞങ്ങൾ പോകുന്നത് അമ്മയ്ക്ക് കുറച്ച് ഉടുപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അത് റെഡി ആയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. എൻ്റെയും എല്ലാ ഉടുപ്പും സ്റ്റിച്ച് ചെയ്യുന്നത് ആൻറ്റി തന്നെയാണ്. എനിക്ക് വേറെ എവിടെ കൊടുത്താലും ശരിയാവില്ല, ആൻറ്റി സ്റ്റിച്ച് ചെയ്താലേ എനിക്കത് കറക്റ്റ് ആവുള്ളൂ. ഞാനില്ലെങ്കിൽ പോലും ആൻറ്റിക്ക് എൻ്റെ അളവൊക്കെ എടുത്ത് ആൻറ്റി കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യും. എനിക്ക് പിന്നെ ഒന്ന് ട്രൈ പോലും ചെയ്യേണ്ട ആവശ്യമില്ല, അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ആൻറ്റി സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതാണ് ആൻറ്റി. ഷോപ്പിൻ്റെ പേര് വെറൈറ്റി എന്നാണ്. അപ്പം ഞാൻ പലയിടത്ത് കൊടുത്തിട്ടും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. പിന്നെ ഈ ആൻറ്റിയുടെ അടുത്ത് പോയതിന് ശേഷമാണ് എനിക്ക് ഓക്കെ ആയത്. അത്ര പെർഫെക്റ്റാണ് ആൻറ്റിയുടെ സ്റ്റിച്ചിങ്ങും എല്ലാം. അങ്ങനെ ഞങ്ങളുടെ എല്ലാ ഷോപ്പിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു, വീട്ടിൽ വന്നു. ഇനി നേരെ റെസ്റ്റ് എടുക്കുക. കാരണം ഞാൻ രാവിലെ വന്നതാണ്, ഇവിടെ എത്തിയതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നേരെ ഷോപ്പിങ്ങിന് ഇറങ്ങി. ഇനിയിപ്പോൾ കുറച്ച് നേരം പോയി കുളിച്ചിട്ടൊക്കെ വന്നതിന് ശേഷം ഇനി പോയി കിടന്ന് ഉറങ്ങണം, എന്തെങ്കിലും കഴിച്ചിട്ട്. അത്ര ടയേർഡായി. സോ നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതുവരെയ്ക്കും ബൈ.